ലയണൽ മെസ്സി സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഗോൾ അടിക്കണം. ലയണൽ മെസ്സിക്കൊപ്പം ബാഴ്സലോണയിൽ കളിച്ചിട്ടുള്ള മുൻ ഫ്രഞ്ച് താരമായിട്ടുള്ള സാമുവൽ ഉംറ്റിറ്റിയാണ് ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സാമുവൽ ഉംറ്റിറ്റി വേറെയും ചില കാര്യങ്ങൾ ലയണൽ മെസ്സിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബാഴ്സലോണ ഫ്രഞ്ച് ക്ലബായ ലിയോണിന് 2016 ജൂലൈയിൽ 25 മില്യൺ യൂറോസ് നൽകിക്കൊണ്ടായിരുന്നു ഈ ഒരു ഫ്രഞ്ച് ഡിഫൻഡർ ആയിട്ടുള്ള സാമുവൽ ഉംറ്റിറ്റിയെ ടീമിലേക്ക് എത്തിച്ചത്. 2016 മുതൽ 2026 വരെ സാമുവൽ ഉംറ്റിറ്റി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചു. 2025 സെപ്റ്റംബർ 15-ാം തീയതി അദ്ദേഹം പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിന് വിട പറഞ്ഞു, റിട്ടയർഡ് ചെയ്തു. 6 സീസണുകളിൽ നിന്ന് 133 മത്സരങ്ങളിലാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി സാമുവൽ ഉംറ്റിറ്റി പങ്കെടുത്തത്. ഇതിൽ അദ്ദേഹം 2 ഗോളും ബാഴ്സയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. 2 ലാ ലീഗ, 2 സൂപ്പർ കപ്പ്, 1 സൂപ്പർ കോപ്പ ഡി കാറ്റലോണിയ, 3 കോപ്പ ഡെൽ റേ. ഇതാണ് സാമുവൽ ഉംറ്റിറ്റി ബാഴ്സലോണയ്ക്കൊപ്പം നേടിയിട്ടുള്ളത്. ലയണൽ മെസ്സിയെ കുറിച്ച് സാമുവൽ ഉംറ്റിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാഴ്സലോണയിൽ കളിച്ചിരുന്ന കാലത്ത് ലയണൽ മെസ്സി എപ്പോഴും ഗോൾ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ടീം 4 ഗോളുകൾക്ക് ജയിച്ചാൽ പോലും ലയണൽ മെസ്സിയെ സംബന്ധിച്ച് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം സന്തുഷ്ടനായിരിക്കത്തില്ല. ഫുട്ബോൾ ലോകത്ത് എല്ലാം നേടിയിട്ടും താൻ മറ്റുള്ളവരെക്കാൾ മുകളിലാണെന്ന് ഒരു വിചാരമില്ലാത്ത ഏക മനുഷ്യനാണ് ലയണൽ മെസ്സി എന്നും ഉംറ്റിറ്റി പറഞ്ഞിട്ടുണ്ട്. മത്സരങ്ങൾ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിയുന്ന താരം, ഇതാണ് മഹാനായ കളിക്കാരുടെ ലക്ഷണം. ലയണൽ മെസ്സി അതിൽ ഉൾപ്പെട്ടതാണ്. എതിർ ടീമിലെ താരങ്ങൾക്ക് ലയണൽ മെസ്സിയെ ഒരിക്കലും പ്രവചിക്കാൻ കഴിയത്തില്ല. ലയണൽ മെസ്സിക്ക് എപ്പോൾ കളിയുടെ സ്പീഡ് കൂട്ടണം, എപ്പോൾ കുറയ്ക്കണം എന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ലയണൽ മെസ്സിയുടെ കാലുകളിലേക്ക് പന്ത് വന്നതിന് ശേഷം കളിക്കൊരു സ്പീഡ് കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ ലയണൽ മെസ്സി ചുമ്മാ നടക്കുകയായിരിക്കും, പെട്ടെന്ന് മെസ്സിക്ക് കാലിലേക്ക് ഒരു ബോൾ കിട്ടും, പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഒരു 5-6 സെക്കൻഡിൽ എന്ത് നടന്നു എന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. ചിലപ്പോൾ അത് ഗോളോ അസിസ്റ്റോ ഒക്കെ ആയി മാറിയേക്കാം. അതാണ് സാമുവൽ ഉംറ്റിറ്റി ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ലയണൽ മെസ്സിയുടെ വ്യക്തിത്വം വളരെ മനോഹരമായിട്ടുള്ളതാണ്. വളരെ വിനയമുള്ള ഒരു വ്യക്തിത്വമാണ് ലയണൽ മെസ്സിക്കുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് ലെവൽ പ്രൊഫഷണലിസം ഉള്ള താരമാണ് ലയണൽ മെസ്സി. ഇപ്പോൾ ഇന്റർ മയാമിയിൽ കളിക്കുന്ന മെസ്സി താൻ ഒരിക്കൽ പടുത്തുയർത്തിയ ബാഴ്സലോണയിലെ വിജയങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരിക്കും. ലയണൽ മെസ്സി ബാഴ്സലോണയിൽ സ്വന്തമാക്കിയ നേട്ടങ്ങളെ കുറിച്ച് ആലോചിച്ച് സന്തോഷിക്കുന്നുണ്ടാകും. ഇതാണ് സാമുവൽ ഉംറ്റിറ്റി എന്ന ഈ ഒരു മുൻ ഫ്രഞ്ച് താരം പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയെ കുറിച്ച്. ഗോൾ അടിക്കാത്ത മത്സരങ്ങളിൽ ലയണൽ മെസ്സിക്ക് ഒരു സന്തോഷം കാണത്തില്ല. മെസ്സിയുടെ പേരിലുള്ള ഗോൾ റെക്കോർഡുകൾ ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു സിംഗിൾ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം അത് ലയണൽ മെസ്സിയാണ്. 2011-12 സീസണിൽ 73 ഗോളുകൾ. ഒരു സിംഗിൾ കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതും ലയണൽ മെസ്സിയാണ്. 2012 വർഷത്തിൽ അദ്ദേഹം നേടിയത് 91 ഗോളുകളാണ്. ഈ റെക്കോർഡൊക്കെ ഇനിയും ഫുട്ബോൾ ലോകത്ത് ആർക്കെങ്കിലും മറികടക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. കാരണം അത്രയും സോളിഡ് ആയിട്ടുള്ള റെക്കോർഡുകളാണ്. 30-40 ഗോളുകൾ അടിക്കുന്ന താരങ്ങൾക്കിടയിലാണ് 91 നമ്പറൊക്കെ കേൾക്കുമ്പോൾ അവർ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അതുമാത്രമല്ല 6 ഗോൾഡൻ ബൂട്ടുകളായിരുന്നു ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. 2010, 12, 13, 17, 18, 19 ഈ സീസണുകളിലായിരുന്നു യൂറോപ്യൻ ഗോൾഡൻ ഷൂ ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് 6 എണ്ണം. പിന്നെ പിച്ചിറ്റി ട്രോഫി, അതായത് ലാ ലീഗയിലെ ടോപ്പ് സ്കോറർ അവാർഡ് 8 തവണയാണ് ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത്. ഉംറ്റിറ്റി പറയുന്ന പോലെ ലയണൽ മെസ്സിക്ക് ഗോൾ അടിച്ചാലേ സന്തോഷം ലഭിക്കത്തുള്ളൂ. ഈ ഒരു മെന്റാലിറ്റി ആയിരിക്കണം ലയണൽ മെസ്സിക്ക് ഇത്രയേറെ നേട്ടങ്ങൾ സ്വന്തമാക്കി കൊടുത്തിട്ടുള്ളത്. ഗോൾ അടിക്കാൻ മാത്രമല്ല, ഗോൾ അടുപ്പിക്കുന്ന കാര്യത്തിലും ലയണൽ മെസ്സി മറ്റ് താരങ്ങളെ അപേക്ഷിച്ച് വളരെ ബഹുദൂരം മുന്നിലാണ്. അറിയാലോ, പ്ലേ മേക്കർ അവാർഡ് 5 തവണ നേടിയിട്ടുള്ള താരമാണ് ലയണൽ മെസ്സി. 6 ഗോൾഡൻ ബൂട്ട്, 5 പ്ലേ മേക്കർ അവാർഡ്. അതായത് സാധാരണ പ്ലേ മേക്കർ അവാർഡ് വാങ്ങുന്നത് മിഡ്ഫീൽഡേഴ്സും ഗോൾഡൻ ബൂട്ട് വാങ്ങുന്നത് സെന്റർ ഫോർവേഡുമാണ്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു ഈ 2 കാര്യവും ചെയ്യുന്ന ഒരൊറ്റ പ്ലെയർ ഇതിനു മുമ്പ് ഇതുവരെ ആർക്കും ഈ ഒരു പ്ലേ മേക്കർ അവാർഡും അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ടും നേടാൻ കഴിഞ്ഞിട്ടില്ല. ലയണൽ മെസ്സിക്ക് മാത്രമാണ് അതിന് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്റർ മയാമിലായിട്ട് കഴിഞ്ഞ 2 സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ മെസ്സി ആയിരുന്നു. കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറും മെസ്സി തന്നെയാണ്. കൂടുതൽ ഗോൾ അടിച്ചാലേ ആ ഒരു സന്തോഷം ലഭിക്കത്തുള്ളൂ. ഇങ്ങനത്തെ മെന്റാലിറ്റി ചില പ്ലേയേഴ്സിനുണ്ട്. അങ്ങനത്തെ മെന്റാലിറ്റി ഉള്ള പ്ലേയേഴ്സിനാണ് കൂടുതൽ ഗോൾ അടിക്കാൻ പറ്റുന്നത്. ലയണൽ മെസ്സിയും അതിൽ ഉൾപ്പെട്ടതാണ്. ഉംറ്റിറ്റിയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇതുവരെ ആരെയും കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.